Hey all, welcome to my daily vlog. Hope you're all doing great, waking the home up and letting the sunlight in. First of all, thank you so much for all the lovely messages. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. അങ്ങനെ ഇവിടെ വന്നപ്പോൾ ഞാൻ ഫസ്റ്റ് എൻ്റെ ചെടികളെയാണ് നോക്കിയത്. ഒരു ടൈം ചെടികളോട് തീരെ താല്പര്യമില്ലാത്ത ഞാൻ ഇപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് തരുന്നത് ഇങ്ങനെ ചെടികൾ നോക്കുന്നതും അതിലുള്ള ചേഞ്ചസ് കാണുമ്പോഴാണ്. പിന്നെ ഈ ഒരു ചെടി ഉണ്ടല്ലോ, ഇതും ഇപ്രാവശ്യം ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പം തന്നെ കൊണ്ടുവന്നതാണ്. ഇത് ആഫ്രിക്കൻ മല്ലിന്നോ അങ്ങനെ എന്തോ ആണ് ഇതിന് പറയുക. അതായത് നമ്മൾ കൊറിയാണ്ടർ ലീഫ് തന്നെയാണ് സംഭവം, പക്ഷേ നമ്മൾ നോർമൽ കൊറിയാണ്ടർ ലീഫിനെക്കാട്ടും നല്ല ഫ്ലേവർഫുള്ളായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറച്ച് സമയം ചെടികളെല്ലാം നോക്കി. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈമായേ. കുറച്ച് ആൾക്കാർ ലോങ് വീഡിയോസ് ചെയ്യാൻ പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ലോങ് വീഡിയോസ് ചെയ്യുമ്പോൾ ഈവൻ ദോ നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളാണ് കാണിക്കുന്നതെങ്കിലും നമ്മൾ നോർമലി എടുക്കുന്നതിൻ്റെ ഡബിൾ ടൈം എടുക്കും ഓരോ പണിയും ചെയ്ത് തീർക്കാൻ. അതുകൊണ്ടാണ് ഞാൻ ലോങ് വീഡിയോസ് ചെയ്യാൻ കുറച്ച് മടിക്കുന്നത്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് പിന്നെ എൻ്റെ നോർമൽ റുട്ടീനിലേക്ക് കടന്ന് അത്യാവശ്യം കുറച്ച് ലോണ്ട്രി എല്ലാം ചെയ്യാനുള്ളതുകൊണ്ട് തന്നെ ഫസ്റ്റ് ആ പണി ചെയ്യാമെന്ന് വിചാരിച്ച്. പിന്നെ എപ്പോൾ ലോണ്ട്രി ചെയ്യാനിരുന്നാലും എൻ്റെ ഹെൽപ്പർ എൻ്റെ കൂടെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ആ പണി എനിക്ക് എളുപ്പമായി. അങ്ങനെ ആ പണിയെല്ലാം കഴിഞ്ഞ് പിന്നെ പോയി തിരിച്ചു വന്നു കഴിഞ്ഞാൽ എനിക്ക് എൻ്റേതായിട്ടുള്ള കുറച്ച് ഡീപ്പ് ക്ലീനിങ്ങും ഓർഗനൈസിങ് എല്ലാം ഉണ്ടാവും. പിന്നെ എല്ലാ തരത്തിലുള്ള ക്ലീനിങ്ങും ഓർഗനൈസിങ്ങും എല്ലാം എനിക്ക് ഇഷ്ടമാണെങ്കിലും ഈ തുണികൾ ഫോൾഡ് ചെയ്ത് എടുത്ത് വെക്കുന്നത് എനിക്ക് തീരെ ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു കാര്യമാണ്. പിന്നെ എത്ര നമ്മൾ എന്തെല്ലാം പണികൾ ചെയ്യുന്നുണ്ടെങ്കിലും ചില ഏരിയാസ് നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്തതും ഉണ്ടാവുമല്ലോ അല്ലേ. പിന്നെ ഈ ഒരു മട്ക ഗ്ലാസ് ഉണ്ടല്ലോ, കുറേ മുന്നേ ഞാൻ പെയിൻറ്റ് ചെയ്ത് വെച്ചതാണേ. അപ്പോൾ ഇന്ന് ക്ലീൻ ചെയ്യുന്ന സമയത്ത് അത് കിട്ടിയപ്പോൾ എടുത്ത് പുറത്ത് വെക്കാമെന്ന് വിചാരിച്ച്. ആൻഡ് തോട്ട് ഓഫ് ഷോയിങ് ഇറ്റ് ടു ഓൾ. അപ്പോൾ ബാക്ക് ടു മൈ ക്ലീനിങ്. ഞാനിങ്ങനെ അത്യാവശ്യമുള്ള ക്ലീനിങ്ങിലെല്ലാം ഇങ്ങനത്തെ വൈപ്സാണ് യൂസ് ചെയ്യൽ. പക്ഷേ ഇങ്ങനെ വൈപ്പ് ചെയ്യുന്നതിന് മുന്നേ ഡസ്റ്റ് ചെയ്യാൻ മറന്നു പോരുതേ. ഞാൻ ഇന്ന് വീഡിയോ എടുക്കുന്നതിൻ്റെ തിരക്കിൽ ഡസ്റ്റ് ചെയ്യാൻ മറന്നുപോയി. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല പൊടിയും ഉണ്ടായിരുന്നു. പണ്ട് മോളാവുന്നതിന് മുന്നേ ഓൾമോസ്റ്റ് എല്ലാ ദിവസവും എന്ന് പറഞ്ഞ പോലെ ഞാൻ ഇങ്ങനത്തെ പണികളൊക്കെ ചെയ്യായിരുന്നു. പക്ഷേ മോളായതിനു ശേഷം എനിക്ക് ഇങ്ങനത്തെ പണികളൊന്നും ഡെയിലി ചെയ്യാൻ പറ്റില്ല. നമ്മളെ പ്രയോറിറ്റീസ് മാറുമല്ലോ അല്ലേ. അങ്ങനെ വൈപ്പിംഗ് എല്ലാം കഴിഞ്ഞ് കുറച്ച് വന്ന ഡസ്റ്റെല്ലാം ഞാൻ ഇതിനെ കൊണ്ട് ബ്രഷ് ചെയ്തെടുത്ത്. അങ്ങനെ എൻ്റെ റൂം ക്ലീനിങ്ങും കാര്യമെല്ലാം കഴിഞ്ഞ് ഞാനൊരു ടൈമിൽ എപ്പോഴും ക്യാൻഡിൽസ് കത്തിച്ച് വെക്കും ഫോർ എ ഫ്രഷ് സ്മെൽ. പക്ഷേ അഗൈൻ മോളായതിനു ശേഷം ഞാൻ ക്യാൻഡിൽസ് കത്തിച്ച് വെച്ച് പോക്ക് ഭയങ്കര കുറവാണ്. കാരണം മോളെടുക്കുന്നതിന് പേടിക്ക്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെ എന്തെങ്കിലും റൂം സ്പ്രേയോ അല്ലെങ്കിൽ കൂടുതലും ബഹൂറാണ് യൂസ് ചെയ്യൽ. പക്ഷേ ഇന്ന് കുറേ കാലത്തിന് ശേഷം ഞാനിങ്ങനെ ക്യാൻഡിൽസ് എല്ലാം കത്തിച്ച്. പക്ഷേ കത്തിച്ച് വെച്ച് പോക്ക് നടക്കില്ല, അത് അന്നേരത്തെ തന്നെ കെടുത്തേണ്ടി വരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ഹോപ്പ് യു ഓൾ എൻജോയ്ഡ്. താങ്ക് യു ഫോർ വാച്ചിങ്.